നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്നേഹം തണലേകിയ വീടിനുള്ളിൽ ആരും പ്രതീക്ഷിക്കാതെ ഒരു നിഴലായി അദ്നാൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വീടിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ട്, ഒരു നിഴൽ കാണുന്നുണ്ട് എന്ന് സഫിയ വിളിച്ചു പറയുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മുഴുവൻ തകർച്ചയുടെയും തുടക്കമാകുമെന്ന് ബന്ധുക്കളായ തൽഹത്ത് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. മൂഴിക്കലിൽ 16-കാരി നസ്രീന അതിദാരുണമായി കൊല്ലപ്പെട്ട രാത്രിയിൽ ആദ്യം ഓടിയെത്തിയ തൽഹത്തിന്റെ വാക്കുകളിൽ ആ നടുക്കം ഇന്നും വിട്ടുമാറിയിട്ടില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 4:55 ഉപ്പയുടെ സഹോദരി സഫിയയുടെ ഫോൺ വിളി തൽഹത്തിനെ തേടിയെത്തുന്നത്. വിരുന്നുകാരെല്ലാം മടങ്ങി. നിശബ്ദമായ വീട്ടിൽ ഒരു അജ്ഞാത രൂപത്തെ കണ്ട ഭയത്തിലായിരുന്നു സഫിയ. പറമ്പിൽ ബസാർ സ്വദേശിയായ തൽഹത്ത് മിനിറ്റുകൾക്കുള്ളിൽ മൂഴിക്കലിലെ വീട്ടിലെത്തി. മുകളിലെ മുറിയിൽ പരിശോധിച്ച തൽഹത്ത് കണ്ടത് കട്ടിലിനടിയിൽ പതുങ്ങിയിരിക്കുന്ന ഒരാളെയാണ്. മുട്ടിന് താഴോട്ടുള്ള കാലുകൾ കണ്ടപ്പോൾ തന്നെ തൽഹത്തിന് ആളെ മനസ്സിലായി, അത് അദ്നാനായിരുന്നു എന്ന്. അദ്നാൻ അകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ തൽഹത്ത് ഉടനടി പ്രതികരിച്ചു. അവൻ രക്ഷപ്പെടാതിരിക്കാൻ മുറി പുറത്തുനിന്ന് അമർത്തിപ്പിടിച്ച ശേഷം താഴേക്ക് വിളിച്ച് താക്കോല് വരുത്തി വാതിൽ പൂട്ടി. കുടുങ്ങിയെന്ന ബോധ്യമായതോടുകൂടി അദ്നാൻ വാതിലിന്റെ ലോക്കിൽ പിടിച്ച് ശക്തിയായി വലിക്കുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ ബാത്റൂം പോലും ഇല്ലാതിരുന്നതിനാൽ അദ്നാന് പുറത്തു കടക്കാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അദ്നാനെ പൂട്ടിയ ശേഷമാണ് തൊട്ടടുത്ത മുറിയിൽ തൽഹത്ത് നസ്രിയയെ കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും ആ കുരുന്നിന്റെ ശ്വാസം നിലച്ചിരുന്നു. മുറിയിൽ നിന്ന് നസ്രിനെ താഴെ എത്തിച്ചപ്പോഴേക്കും ദേഹമൊക്കെ തണുത്ത് മരവിച്ചു പോയിരുന്നു എന്ന് തൽഹത്ത് വേദനയോടെ ഓർക്കുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ അദ്നാൻ ഒളിച്ച മുറി അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. പുറത്തുനിന്ന് ബന്ധുക്കൾ പൂട്ടിയ മുറി അകത്തുനിന്നും അദ്നാനും പൂട്ടി. പിന്നീട് പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് അദ്നാനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഖത്ത് പ്ലാസ്റ്റർ ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. അദ്നാൻ മുൻപ് ഈ വീട്ടിൽ നിന്നും 50,000 രൂപ മോഷ്ടിച്ചിരുന്നു. നസ്രീനയാണ് ഈ വിവരം വീട്ടുകാരെ അറിയിച്ചത്. അദ്നാന്റെ അലമാരയിൽ നിന്ന് പണം കണ്ടെടുത്തതോടുകൂടി അവനെ വീട്ടിൽ നിന്നും വിലക്കി. സ്വന്തം സഹോദരിയുടെ മകനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിലെ പകയാണ് ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. തിങ്കളാഴ്ച രാത്രി ഒളിഞ്ഞു നോക്കി നിന്ന അദ്നാൻ പുലർച്ചെയോടെയാണ് നസ്രിനെ ലെഗിൻസ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. നസ്രിനയുടെയും അദ്നാന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അദ്നാന്റെ മൃതദേഹം ഖബറടക്കി. വിദേശത്തുള്ള ഉപ്പ നിസാർ നാട്ടിലെത്തിയ ശേഷം നസ്രീനയുടെ ഖബറടക്കം നടക്കും. പഠന മികവ് കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടും എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന നസ്രീനയുടെ വിയോഗം മൂഴിക്കൽ ഗ്രാമത്തിന് തന്നെ ഇനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിഴൽ പോലെ പതുങ്ങിയെത്തി സ്വന്തം ചോരയിൽ പിറന്നവർക്ക് അന്ത്യകൂദാശ നൽകിയ അദ്നാന്റെ ക്രൂരത നാടിന്റെ നൊമ്പരമായി തുടരുകയാണ്. മലബാറിലെ അറിയപ്പെടുന്ന ബാരൽ റിപ്പയറിംഗ് വ്യവസായിയായ CP ഹംസയുടെയും സഫിയയുടെയും പേരമക്കളായ നസ്രീനയും അദ്നാനും ഇടയിൽ വൈരാഗ്യം ശക്തിപ്പെട്ടിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അതുവരെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പഠന മികവിന്റെ കുറവുകൊണ്ടും ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ടും തലവേദനയായി തുടങ്ങിയ അദ്നാനെ നല്ല വഴിക്ക് കൊണ്ടുവരാനാണ് ഈ കൊളത്തറയിലെ വീട്ടിൽ നിന്ന് പൂഴിക്കലിലെ പൂതംകുഴി മീത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പഠനം തുടരുന്നതിനായി അദ്നാനെ മർക്കസ് ITIയിൽ ചേർക്കുകയും ചെയ്തു. നിസാർ വിദേശത്തായതുകൊണ്ട് ഹംസയ്ക്ക് ഒരു കൈ സഹായമായി അദ്നാൻ ഇവിടെ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിസാർ റംസീന ദമ്പതിമാരുടെ മക്കൾക്കുള്ള അതേ സൗകര്യങ്ങളും അധികാരങ്ങളും അദ്നാൻ ലഭിച്ചു. ഇത് ചൂഷണം ചെയ്ത് വീട്ടിൽ നിന്ന് പലപ്പോഴായി 40,000 രൂപ മോഷ്ടിച്ചുവെന്നത് നസ്രീന കണ്ടെത്തി. ഇതറിഞ്ഞ് ഹംസ ഇടപെട്ട് അദ്നാനെ കൊളത്തറയിലെ വീട്ടിലേക്ക് മടക്കി അയച്ചു. പഠന മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീനയോട് നേരത്തെ അദ്നാന് നീരസം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ മികവോടെ എഴുതിയ നസ്രീന പരീക്ഷാഫലം വരും മുമ്പ് തന്നെ തുടർ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. വേങ്ങരയിലെ ഒരു സ്ഥാപനത്തിൽ ചേർന്ന മെഡിസിൻ എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനവും ഒന്നിച്ച് നടത്താനാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫീസ് അടച്ച് പ്രവേശനം നേടുകയും ചെയ്തിരുന്നു. ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് ഈ കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും പിന്നാലെ വരുന്നത്. കൊലപാതകത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും നാട്ടുകാരെ പോലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലും ഒട്ടേറെ ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊലയ്ക്ക് ശേഷം അദ്നാൻ താഴത്തെ മുറിയിൽ ഉമ്മൂമ്മ സഫിയ കിടക്കുന്ന മുറിയിൽ എത്തിയത്. അവിടെ താക്കോൽ എന്തിന് എടുക്കാൻ ശ്രമിച്ചുവെന്നത് വീണ്ടും ഒരു മോഷണ ശ്രമം അവിടെ നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവായി സംശയിക്കുന്നു. കൊലയ്ക്ക് ശേഷവും ഏറെ നേരം അദ്നാൻ അവിടെ പല മുറികളിലായി ചെലവിട്ടിട്ടുണ്ട്. 2 മുറികളിൽ AC പ്രവർത്തിപ്പിച്ചതും അദ്നാൻ തന്നെയാണ് എന്ന് സംശയമുണ്ട്.
അതിനാൽ ആത്മഹത്യയ്ക്ക് തിരഞ്ഞെടുത്ത മാർഗവും സാധാരണമല്ലാത്തതാണ്. പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന വിധിയേറിയ പ്ലാസ്റ്റർ മൂക്കും വായും കണ്ണും മൂടുന്ന രീതിയിൽ തലയ്ക്കു ചുറ്റും വരിഞ്ഞ് ഒട്ടിച്ചു. ഇങ്ങനെ ചെയ്താൽ ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ തനിയെ തന്നെ ഇതെല്ലാം വലിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. പക്ഷേ അതും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പശിമ കൂടുതലുള്ള ഈ പാക്കിംഗ് സ്റ്റിക്കർ പെട്ടെന്ന് പറിച്ചെടുക്കാനാകില്ല എന്ന് ശാസ്ത്രീയ സംഘം വിലയിരുത്തുന്നു. വീടിനു ചുറ്റും CCTV ക്യാമറകൾ ഉണ്ടെങ്കിലും ഒറ്റ ക്യാമറയിൽ മാത്രമാണ് അദ്നാൻ മുറ്റത്തേക്ക് വരുന്ന ദൃശ്യമുള്ളത്. അത് ഉടൻ തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ മേയർ ഒ സദാശിവൻ രാവിലെ തന്നെ സ്ഥലത്തെത്തി. അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ കമ്മീഷണർ മെറിൻ ജോസഫ്, ഡെപ്യൂട്ടി ടി കമ്മീഷണർ പദം സിംഗ്, മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ KM ബൈജു, ചേവയൂർ ഇൻസ്പെക്ടർ T മഹേഷ്, SI മാരായ VK അരിയാസ്, രാംകുമാർ, അബ്ദുറഹ്മാൻ എന്നിവർ സ്ഥലത്തെത്തി. തെളിവ് ശേഖരിക്കാൻ ഫോറൻസിക് സംഘം, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരും സ്ഥലത്തെത്തി. കൊലയ്ക്ക് പിന്നിൽ സ്വഭാവദൂഷ്യം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമെന്ന സൂചനയുമുണ്ട്. സ്വഭാവദൂഷ്യം വീട്ടുകാരെ അറിയിച്ചതിന്റെ വൈരാഗ്യം മൂലം മാതാവിന്റെ സഹോദരിയുടെ മകളെ കഴുത്തുനെരിച്ചു കൊന്ന യുവാവ് ജീവനൊടുക്കുകയായിരുന്നു എന്നും പറയുന്നു. വെള്ളിമാങ്കുന്നിന് സമീപം ഈസ്റ്റ് മൂഴിക്കൽ പൂതംകുഴി മീതിൽ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് 1 മണിക്കും 4:30ക്കും ഇടയിലാണ് ഈ 2 മരണവും സംഭവിച്ചിരിക്കുന്നത്.